നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഗൗരി രാവിലെ നേരത്തെ ഉണർന്ന് കുളിച്ച് അടുക്കളയിൽ കയറി. രാമേട്ടൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ അവൾ രാമേട്ടന് ചായ കൊടുത്തു. മോള് നേരത്തെ എഴുന്നേറ്റോ? പനി നന്നായി മാറുന്നതിന് മുൻപ് എന്തിനാ മോളെ തല നനച്ചത്? രാമേട്ടൻ ചോദിച്ചു. എനിക്കിപ്പോൾ പനിയൊന്നും ഇല്ല രാമേട്ടാ. രാമേട്ടൻ എൻ്റെ കയ്യിൽ ചരട് കെട്ടിയപ്പോൾ തന്നെ എൻ്റെ പനിയെല്ലാം മാറി, ഗൗരി പറഞ്ഞു. ഇന്നും കൂടെ റെസ്റ്റ് എടുത്ത് നാളെ ഓഫീസിൽ പോയാൽ പോരെ മോളെ? രാമേട്ടൻ ചോദിച്ചു. അവൾ രാമേട്ടൻ്റെ മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അസുഖം വന്നിട്ട് ഒരു പണിയും ചെയ്യാതിരിക്കുന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷാ. എത്ര വയ്യെങ്കിലും രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിൽ കയറി പണികൾ ചെയ്തില്ലെങ്കിൽ അമ്മായി നല്ല അടി തരുമായിരുന്നു. അടിയുടെ വേദന സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരസുഖത്തിന് എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല രാമേട്ടാ. ഇതെല്ലാം എനിക്ക് കുട്ടിക്കാലം മുതലേ ശീലാ. അതുകൊണ്ട് റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്നലെ എൻ്റെ ശരീരത്തിനേക്കാൾ കൂടുതൽ ക്ഷീണം മനസ്സിനായിരുന്നു. ആ രൂപം കണ്ട് ഞാൻ വല്ലാതെ പേടിച്ചുപോയി. ഇന്നലെ ഉണ്ടായ പനിയല്ല, എൻ്റെ മനസ്സാ ഇന്നലെ തോൽപ്പിച്ചത്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഇനി ഓർക്കണ്ട മോളെ. അതെല്ലാം കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് മോളുടെ നല്ല കാലാ. ഇവിടെ ഒരിക്കലും മോള് കഷ്ടപ്പെടേണ്ടി വരില്ല. കുഞ്ഞ് പെട്ടെന്നെല്ലാം അംഗീകരിച്ചു തരാൻ ബുദ്ധിമുട്ടാ. എങ്കിലും കുഞ്ഞിന് മോളോട് സ്നേഹമൊക്കെ ഉണ്ട്, രാമേട്ടൻ പറഞ്ഞു. അത് കേട്ട് ഗൗരിക്ക് ഒരു വല്ലായ്മ തോന്നി. അവൾ പറഞ്ഞു. ഇല്ല രാമേട്ടാ, ഞാൻ അധിക ദിവസം ഇവിടെ ഉണ്ടാവില്ല. ഞാനത് സാറിനോടും പറഞ്ഞിട്ടുണ്ട്. മോളെ, ഇവിടെ മോൾക്ക് എന്ത് ബുദ്ധിമുട്ടാ ഉള്ളത്? ഇവിടെ വന്ന സമയത്ത് കുഞ്ഞ് മോളോട് ദേഷ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് മോളോടുള്ള സ്നേഹം കൊണ്ടാ. അത് മോള് തിരിച്ചറിയണം, രാമേട്ടൻ പറഞ്ഞു. അത് ഞാൻ തിരിച്ചറിയുന്നുണ്ട് രാമേട്ടാ. അതാ എൻ്റെ പേടി. ആ സ്നേഹം സഹജീവികളോട് തോന്നുന്ന സ്നേഹമാണോ, അതോ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്നാ ഞാനിപ്പോൾ വിചാരിക്കുന്നത്. എന്നാൽ ഒരു ഓഫീസിൽ നിന്ന് ജോലി നിർത്തി പോകുന്നത് പോലെ അത്ര എളുപ്പമല്ല കഴുത്തിൽ താലി കെട്ടിയ ഒരാളോട് യാത്ര പറഞ്ഞു പോകുന്നത്. ഈ താലി വെറും ഒരു ചരടല്ലെന്നും അതെൻ്റെ ഹൃദയത്തെ പോലും തളച്ചിട്ടിരിക്കുകയാണെന്നും ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പരസ്പരം ഇഷ്ടല്ലാതെ ഒരു താലിയിൽ ഞങ്ങൾ ബന്ധിപ്പിക്കപ്പെട്ടത്. തമ്മിൽ പിരിയുമ്പോഴും ആ ഇഷ്ടമില്ലായ്മ ഉണ്ടായിരിക്കണം. എന്നാൽ അദ്ദേഹത്തിനിപ്പോൾ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതെൻ്റെ സംശയമാണോന്നും എനിക്കറിയില്ല, അവൾ മനസ്സിൽ വിചാരിച്ചു. ഗൗരി മുറ്റമടിക്കാനായി പുറത്തേക്കിറങ്ങിയപ്പോൾ രവി അവിടെ കാർ കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഗൗരിയെ കണ്ട് രവി പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഗൗരി. ഗുഡ് മോർണിംഗ്. എപ്പോഴാ വന്നേ? ഗൗരി ചോദിച്ചു. ഒരു മണിക്കൂർ കഴിഞ്ഞു. 3-4 ദിവസം അടച്ചിട്ടതല്ലേ. നല്ല പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. ഒക്കെ അടിച്ചു തുടച്ചു, മുറ്റടിച്ചു. ഇപ്പതാ കാറ് കഴുകുന്നു, രവി പറഞ്ഞു. മുറ്റടിച്ചോ? ഞാൻ മുറ്റടിക്കാൻ വന്നതായിരുന്നു, ഗൗരി പറഞ്ഞു. അന്നമ്മ ചേച്ചി പോയതിന് ശേഷം അതെൻ്റെ ഡ്യൂട്ടി ആയിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ അടിച്ചു, രവി പറഞ്ഞു. മുറ്റടിക്കുന്നതൊക്കെ പെണ്ണുങ്ങളുടെ ജോലിയാ. ഞാനിവിടുന്ന് പോകുന്നത് വരെ ഞാൻ ചെയ്തോളാം, ഗൗരി പറഞ്ഞു. ഇവിടുന്ന് പോവേ? എവിടേക്ക്? രവി ചോദിച്ചു. എവിടേക്കെന്ന് തീരുമാനിച്ചിട്ടില്ല, പോവും, ഗൗരി പറഞ്ഞു. എവിടേക്കെന്ന് തീരുമാനിക്ക്. സേഫാണോ നോക്കട്ടെ, എന്നിട്ട് വിടാം, രവി പറഞ്ഞു. സേഫായൊരിടം നീ കണ്ടെത്തി കൊടുക്കടാ. കൂടെ ഒരു 10 ലക്ഷം രൂപയും. എന്നിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഗൗരി പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ അവളെ നോക്കിക്കൊണ്ട് ദേവൻ പുറത്തേക്ക് വന്നു. ഗുഡ് മോർണിംഗ് സർ. സാറിന്ന് നേരത്തെ എഴുന്നേറ്റോ? രവി ചോദിച്ചു. നീ എപ്പോഴാ വന്ന്? രവിയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ദേവൻ ചോദിച്ചു. ഞാൻ കുറച്ചു നേരമായി സർ, രവി പറഞ്ഞു. നിന്റെ കാറ് കഴുകൽ കഴിഞ്ഞില്ലേ? ദേവൻ ചോദിച്ചു. കഴിയാറായി സർ. സാറെന്താ നേരത്തെ എഴുന്നേറ്റ്? രവി ചോദിച്ചു. അതിനും ദേവൻ മറുപടി പറയാതെ പറഞ്ഞു. ആ കാറിൻ്റെ കീ എടുക്ക്. എവിടെയെങ്കിലും പോകാനാണോ സാർ? ഇത് കഴുകി കഴിഞ്ഞു, ഇതിൽ പോവാം. ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞ് രവി പോകാൻ തുടങ്ങിയപ്പോൾ ദേവൻ പറഞ്ഞു. നീ വരണ്ട. അല്ലെങ്കിൽ ഈ ഡ്രസ്സ് തന്നെ മതി സർ. ഇത് കുറച്ച് നനഞ്ഞിരുന്നു, അതുകൊണ്ടാണ് മാറ്റാമെന്ന് വിചാരിച്ചത് എന്ന് രവി പറഞ്ഞപ്പോൾ ദേവൻ പിന്നെയും പറഞ്ഞു. നീ വരണ്ട, ഞാൻ പോയിക്കോളാം. എന്നിട്ട് കാറിൽ കയറി. എവിടെ പോവാ സാർ എന്ന് ചോദിച്ച് രവി കാറിൽ കയറാൻ തുടങ്ങി. അതിന് ദേവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം ഒരു ചെറു പുഞ്ചിരിയോടെ ഗൗരിയെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. തനിച്ചു പോകണ്ട സാർ, ഞാനും വരാം എന്ന് പറഞ്ഞ് രവി ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഡോർ ലോക്ക് ചെയ്ത് ദേവൻ കാറെടുത്ത് അവിടുന്ന് പോയി. ദേവൻ എവിടെ പോയതായിരിക്കും എന്നറിയാതെ ടെൻഷനടിച്ച് രവി ഗൗരിയോട് ചോദിച്ചു. സാറിനോട് നീ വഴക്കിട്ടോ? ഞാൻ വഴക്കിട്ടിട്ടൊന്നുമില്ല. എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? കൊച്ചുകുട്ടിയൊന്നുമില്ലല്ലോ,
ഗൗരി ചോദിച്ചു. രവി രാമേട്ടൻ്റെ അടുത്തേക്ക് ഓടി വന്ന് രാമേട്ടനോട് ചോദിച്ചു. രാമേട്ട, സാർ എവിടെ പോവാ പറഞ്ഞോ? ഇല്ലടാ, നീ കൂടെ പോയില്ലേ? രാമേട്ടൻ ചോദിച്ചു. എന്നോട് കൂടെ വരണ്ട പറഞ്ഞു രാമേട്ട, രവി പറഞ്ഞു. രണ്ടാളുടെയും ടെൻഷൻ കണ്ട 18 തികയാത്ത പയ്യൻ കാറെടുത്ത് പോയതുപോലെ ഉണ്ട്, ഗൗരി മനസ്സിൽ ചിന്തിച്ചു. ദേവൻ നേരെ ചെന്നത് അവൻ്റെ ഫ്രണ്ട് പ്രസാദിൻ്റെ വീട്ടിലേക്കാണ്. കോളിംഗ് ബെല്ലടിച്ച് പുറത്ത് കുറച്ചുനേരം വെയിറ്റ് ചെയ്തപ്പോൾ പ്രസാദിൻ്റെ അമ്മ പ്രഭാവതി വന്ന് ഡോർ തുറന്നു. ദേവനെ കണ്ടതും പ്രഭാവതി സന്തോഷത്തോടെ ചോദിച്ചു. ആഹാ, ദേവനോ? എന്താ പതിവില്ലാതെ ഇവിടേക്ക്? കയറി വാ എന്ന് പറഞ്ഞ് ദേവനെ അകത്തേക്ക് വിളിച്ചു. അവൻ അകത്തേക്ക് കയറിയപ്പോൾ പ്രസാദ് അവിടേക്ക് വന്നു പറഞ്ഞു. എടാ, നീ എന്താ ഇവിടേക്ക് വന്നത്? വരണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നു, ദേവൻ പറഞ്ഞു. ഇരിക്ക് എന്ന് പറഞ്ഞ് പ്രസാദ് അവനെ ലിവിംഗ് ഹാളിലേക്ക് കൊണ്ടുപോയി. നിമിഷയും കുഞ്ഞ് ഇവിടെ ഇല്ലേ? ദേവൻ ചോദിച്ചു. കുഞ്ഞുറങ്ങുക, നിമിഷ കിച്ചണിലുണ്ട്, പ്രസാദ് പറഞ്ഞു. നീ ഇരിക്ക് ദേവാ, ഞാൻ കുടിക്കാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് പ്രഭാവതി അകത്തേക്ക് പോയി. എടാ, ഇപ്പം നിന്നെ പുറത്തൊന്നും കാണുന്നില്ലല്ലോ, പ്രസാദ് ചോദിച്ചു. കഴിക്കണമെന്ന് തോന്നാറില്ല, അതുകൊണ്ട് വരുന്നില്ല, ദേവൻ പറഞ്ഞു. അതോ രവി സമ്മതിക്കാത്തതുകൊണ്ടോ? പ്രസാദ് ചോദിച്ചു. ദേവേട്ടൻ അക്കാര്യത്തിൽ ജോലിക്കാരൻ പറഞ്ഞാൽ പോലും അനുസരിക്കുന്നുണ്ട്. പ്രസാദേട്ടൻ ഞാൻ പറഞ്ഞാൽ പോലും അനുസരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർക്കുള്ള ചായയുമായി നിമിഷ അവിടേക്ക് വന്നു. നിമ്മി, രവിയെ ജോലിക്കാരെന്ന് പറയണ്ട, അത് ദേവനിഷ്ടല്ല, പ്രസാദ് പറഞ്ഞു. ദേവൻ നിമിഷയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചതിന് ശേഷം അവൾ കൊണ്ടുവന്ന ചായയിൽ നിന്ന് ഒരു കപ്പ് ചായ എടുത്തു. ഇന്ന് പോകുന്നില്ലേ? ദേവൻ ചോദിച്ചു. പോകാതെ പറ്റില്ല, നിമിഷ പറഞ്ഞു. വെറുതെ അവിടെ പോയി ഇരിക്കുക, അല്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നിന്റെ അടുത്ത് വല്ല പെറ്റി കേസ് ഉണ്ടെങ്കിൽ അത് ഇവൾക്ക് കൊടുക്ക്, അങ്ങനെയെങ്കിൽ ഇവൾക്കൊരു പണിയാകട്ടെ, പ്രസാദ് നിമിഷയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പ്രാക്ടീസ് തുടങ്ങുമ്പോൾ തന്നെ കേസുകൾ കിട്ടിത്തുടങ്ങില്ല, നിമിഷ പറഞ്ഞു. 2-3 വർഷം കഴിഞ്ഞാലെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, പ്രസാദ് പറഞ്ഞു. ദേവൻ്റെ മുന്നിൽ വെച്ച് അവളെ കളിയാക്കിയത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ പ്രസാദിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി അവിടുന്ന് പോയി. എന്തിനാടാ വെറുതെ കളിയാക്കുന്നത്? അവൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കേസൊക്കെ കിട്ടി തുടങ്ങിക്കോളും, ദേവൻ പറഞ്ഞു. എൻ്റെ കളിയാക്കൽ അവൾക്കൊരു ഇൻസ്പിരേഷനാ ദേവ, പ്രസാദ് പറഞ്ഞു. അവർ ചായ കുടിച്ചു കഴിഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രസാദിൻ്റെ അച്ഛൻ അഡ്വക്കേറ്റ് വിശ്വനാഥൻ അവിടേക്ക് വന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ എന്ന് പറഞ്ഞ് ദേവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വിശ്വനാഥന് ഷെയ്ക്കൻഡ് കൊടുത്തു. ഗുഡ് മോർണിംഗ് ദേവ, ദേവൻ വന്നിട്ടുണ്ടെന്ന് പ്രഭ വന്ന് പറഞ്ഞു. ഞാൻ ബാത്റൂമിലായിരുന്നു, ദേവൻ ഇരിക്ക് എന്ന് പറഞ്ഞ് അയാൾ അവിടെ ഇരുന്നു. അങ്കിൾ, കേസിൻ്റെ ഡേറ്റ് നാളെയല്ലേ? അങ്കിൾ പറഞ്ഞില്ലേ പരമേശ്വരൻ അങ്കിളിന് വിൽപത്രത്തിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമെന്ന്, ദേവൻ ചോദിച്ചു. ഏട്ടൻ അതറിഞ്ഞിട്ട് എന്താ കാര്യം ദേവ? വായ തുറന്ന് പറയാൻ കഴിയില്ലല്ലോ, വിശ്വനാഥൻ പറഞ്ഞു. വിൽപത്രത്തിൻ്റെ കാര്യം പുറത്തറിയാതിരിക്കാൻ പരമേശ്വരൻ അങ്കിളിനെ ആ ഭരതൻ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് പറഞ്ഞ കേസ് നിർത്തിവെക്കാതെ ഒന്നുകൂടെ നീട്ടാൻ പറ്റില്ലേ അങ്കിൾ, ദേവൻ ചോദിച്ചു. അതെങ്ങനെ ദേവൻ? എല്ലാ കുറ്റവും തൻ്റെ അമ്മ സ്വയം ഏറ്റെടുത്ത് കഴിഞ്ഞില്ലേ? എങ്കിലും എനിക്ക് മനസ്സിലാകാത്തത് ഭരതന് വേണ്ടി എന്തിനാ ഭാനു അതെല്ലാം സ്വയം ഏറ്റെടുത്തതെന്നാ, വിശ്വനാഥൻ പറഞ്ഞു. ഏട്ടനോടുള്ള സ്നേഹം. കോടീശ്വരനായ മഹേന്ദ്ര ഗ്രൂപ്പ് ഉടമ നരേന്ദ്രൻ്റെ ഭാര്യയെ കൊന്ന് ആ സ്ഥാനത്തേക്ക് അവരോഹിച്ചതിൻ്റെ നന്ദിയും കടപ്പാടും. മറ്റൊരാളുടെ ചിതയ്ക്ക് മുകളിൽ സിംഹാസനം പണിതവർക്ക് അത് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകേണ്ടി വരുമല്ലോ. ഭാനുമതി ചെയ്തത് വെറുമൊരു കുറ്റമേറ്റെടുക്കലല്ല, മറിച്ച് ഭരതനു വേണ്ടിയുള്ള ആത്മസമർപ്പണമായിരുന്നു, ദേവൻ പറഞ്ഞു. എടാ, അത് നിന്റെ അമ്മയാ, പ്രസാദ് പറഞ്ഞു. അമ്മ? ഏതൊരമ്മയും മക്കൾക്ക് അച്ഛൻ നഷ്ടപ്പെടരുതെന്നാ ആഗ്രഹിക്കുക. എന്ന് എൻ്റെ അച്ഛൻ്റെ രൂപം എൻ്റെ മനസ്സിൽ പോലും ഇല്ല. അച്ഛനെ മാത്രോ? ആ സ്ഥാനത്ത് ഞാൻ കണ്ടിരുന്ന എൻ്റെ ഏട്ടനെ പോലും. എല്ലാറ്റിനും അവരുടെ മൗന സമ്മതം ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് അയാളെ രക്ഷിക്കാൻ എല്ലാം സ്വയം ഏറ്റെടുത്ത് ശിക്ഷയും അനുഭവിച്ചില്ലേ? കുറച്ചെങ്കിലും കുറ്റബോധം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ കുറ്റവാളികളെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമായിരുന്നില്ലേ അവർ? സ്നേഹ അഭിനയായിരുന്നെങ്കിൽ കൂടി കൈക്കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ വളർത്തുന്നതല്ലേ അങ്കിൾ. കുറച്ചെങ്കിലും സ്നേഹം ഉള്ളിൽ തോന്നേണ്ടതല്ലേ? എന്നേക്കാൾ കൂടുതൽ സ്നേഹത്തോടെ അമ്മയെന്ന് എൻ്റെ ഏട്ടൻ അവരെ വിളിച്ചിരുന്നില്ലേ? മരിക്കുന്നത് വരെ അവർ സ്വന്തം അമ്മയല്ലെന്ന് അറിഞ്ഞിട്ടില്ല എൻ്റെ ഏട്ടൻ. എന്തിന്? അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ അറിവോടെയാണ് തൻ്റെ മരണം എന്ന് പോലും ആ പാവ അറിഞ്ഞിട്ടില്ല. ദേവൻ വല്ലാതെ ഇമോഷണലായി സിറ്റുവേഷൻ വഷളാക്കണ്ട എന്ന് കരുതി വിശ്വനാഥൻ പറഞ്ഞു. അതെല്ലാം പോട്ടെ ദേവാ, താൻ എന്തിനാ ഇപ്പോൾ വന്നത്? വിൽപത്രത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അറിയാനാണെങ്കിൽ താൻ ഫോൺ ചെയ്ത് ചോദിക്കല്ലേ ഉള്ളൂ. സീരിയസ് മാറ്റർ അല്ലാതെ താൻ നേരിട്ട് വരില്ലല്ലോ,
വിശ്വനാഥൻ ചോദിച്ചു. കുറച്ച് സീരിയസ് മാറ്റർ തന്നെ അങ്കിൾ. നമുക്ക് പുറത്തു പോയി സംസാരിച്ചാലോ? ദേവൻ ചോദിച്ചു. എന്തടാ, ഞങ്ങൾ അറിയാൻ പാടില്ലാത്ത എന്ത് രഹസ്യമാണ് ഉള്ളത്? പ്രസാദ് ചോദിച്ചു. ആ, കുറച്ച് രഹസ്യമെന്ന് വെച്ചോ, ദേവൻ പറഞ്ഞു. ഇത്ര നേരത്തെ ആയതുകൊണ്ട് ദേവൻ കഴിച്ചിട്ടായിരിക്കില്ല വന്നിട്ടുണ്ടാവുക. ആദ്യം കഴിക്കാൻ വാ, എന്നിട്ട് മതി നിങ്ങളുടെ രഹസ്യമൊക്കെ എന്ന് പറഞ്ഞ് പ്രഭാവതി അവിടേക്ക് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് അവർ പുറത്തേക്കിറങ്ങി.